കർത്താവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് പകൽ ദൈവവചന ചിന്തയ്ക്കായി കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ട് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. നമ്മുടെ ഈ ലോക ജീവിതത്തെക്കുറിച്ച് തിരുവചനം നമ്മെ വ്യക്തമായി ഓർപ്പിക്കുന്നു. നാം നമ്മുടേത് അല്ല. നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടിയുള്ളതല്ല. വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതൽ തിരിച്ചറിയേണ്ടുന്ന പരമയാഥാർത്ഥ്യമാണ് ഇവിടെ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്. നമുക്കൊരു ജീവിതമുണ്ട്. അത് ശാശ്വതവും നിത്യവും മഹിമയുള്ളതും തേജസ്സേറിയതുമാണ്. ആ വരുംകാല ജീവിതത്തിനായി ദൈവം നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പലപ്പോഴും നാം മറന്നു പോകാറുണ്ട്. ഈ ലോകത്തിലെ കഷ്ടങ്ങളെയും പ്രതിസന്ധികളെയും ഈ ലോകത്തിൽ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രയാസങ്ങളെയും എതിർപ്പുകളെയും ഒക്കെ കണക്ക് കൂട്ടിയിട്ട് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആകത്തുക ഇത് മാത്രമാണ്, നഷ്ടമാണ്, തകർച്ചയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന അനേകരുള്ളപ്പോൾ, പ്രിയമുള്ളവരെ, നമുക്ക് ജീവിക്കുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ശ്രേഷ്ഠമേറിയതും പറഞ്ഞു തീർന്നാൽ കഴിയാത്തതുമായ ആനന്ദമുള്ള മഹിമയുള്ള മറ്റൊരു ജീവിതത്തിനായി നമ്മുടെ പ്രത്യാശയെ പുതുക്കാം. നാം നമ്മുടേതല്ലെന്നും ഈ ജീവിതം നമുക്ക് ജീവിച്ചു തീർക്കുവാനുള്ളതല്ലെന്നുമുള്ള വലിയ തിരിച്ചറിവോടെ നമുക്ക് മുൻപോട്ട് നീങ്ങാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൽ അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം ഓർപ്പിക്കുന്നു: ദൈവത്തിന് ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്ങൾക്കുള്ളവരല്ല എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അതെ, ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു, നാം നമ്മുടേത് അല്ല. കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് ഒന്നിച്ചേൽപ്പിക്കാം. വരുവാനിരിക്കുന്ന നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ ജീവിതം നമ്മുടെ കർത്താവിൻ്റേത്, അഥവാ കർത്താവിന് നമ്മിൽ ജീവിച്ചു തീർക്കുവാനുള്ളതെന്ന് തിരിച്ചറിഞ്ഞ് നമുക്കൊന്നിച്ച് ദൈവകൃപയിൽ ശരണപ്പെടുകയും ഒരു പുതിയ വെളിപ്പാടോടെ ജീവിക്കുകയും ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആകയാൽ ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ ഏൽപ്പിക്കാം. കൃപയ്ക്കായി യാചിക്കാം. കർത്താവ് ഈ പകൽ സകല പ്രത്യാശയിലും നമ്മെ സ്ഥിരപ്പെടുത്തി കൃപയാൽ നിറച്ച് നടത്തുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.